വിധി എന്ത്, അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനം എന്ത്? മാധ്യമ സ്ഥാപനങ്ങൾ എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും എത്രയൊക്കെ കക്ഷി രാഷ്ട്രീയവുമായി മുന്നോട്ട് പോയാലും ജനങ്ങളുടെ തീരുമാനം എന്ത് എന്നത് നിശ്ചയിക്കപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടെടുപ്പിലൂടെയാണ്. അങ്ങനെയുള്ള ഒരു വോട്ടെടുപ്പ്, ആ വോട്ടെടുപ്പ് 5 സംസ്ഥാനങ്ങളിലാണ് പൂർത്തിയായത്. ഇനി അറിയേണ്ടത് കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളെ ആര് ഭരിക്കും എന്നുള്ളതാണ്. അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. കേരളം ഇനി ആര് ഭരിക്കും എന്നത് നാളെ അറിയാം. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവസാനവട്ട കണക്കുകൂട്ടലുകളിലും പ്രതീക്ഷയിലും ആണ് മുന്നണികൾ. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരാമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുമുന്നണി. അതേസമയം 80-ൽ കുറയാത്ത സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതൊരു പക്ഷേ ഒരു നിശബ്ദ തരംഗം സംസ്ഥാനത്തുണ്ടെങ്കിൽ 100-ന് അടുത്ത് എത്തിയേക്കും എന്നും അവിടെ പ്രതിപക്ഷ പാർട്ടി, അതായത് UDF ഇപ്പോൾ കണക്ക് കൂട്ടുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താം എന്നതാണ് NDAയുടെ പ്രതീക്ഷകൾ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങൾ അതിന്റെ ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ ബ്യൂറോകൾ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളോടൊപ്പം ചേരുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. അതിനു മുമ്പ് ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്തിലേക്ക് ഞാൻ ആദ്യം പോവുകയാണ്. സജിത്ത്, എല്ലാവരും ഉറ്റുനോക്കുന്നത് നാളത്തെ ഫലം എന്ത് എന്നറിയുന്നതിനാണ്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും ആകാംക്ഷ തുടരുക തന്നെയല്ലേ? തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള ആകാംക്ഷ. ഒരുപക്ഷെ കേരളം കണ്ട, സമീപത്ത് കണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഇത് മാറുന്നു എന്നാണ് സാഹചര്യം. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണത്തിൻ്റെ തുടർച്ചയായിരുന്നു. ഒരു പ്രവർത്തന ശൈലി, ഒരേ നയപരിപാടികൾ, ഒരേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിന് മാറ്റമുണ്ടാകുമോ എന്ന വലിയൊരു ആകാംക്ഷ. വലിയ രീതിയിൽ UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ കഴിയുന്ന, ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന സാധ്യത തുറക്കാൻ ഇടയുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഇത് വിശേഷിക്കപ്പെടുന്നു. കാരണം സാധ്യതകളും എക്സിറ്റ് പോളുകളും നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം മറ്റു പലതരത്തിലുമുണ്ട്. കാരണം CPIM-നെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ, ഭരണം നഷ്ടപ്പെട്ടാൽ, അത് രാജ്യത്ത് തന്നെ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി തന്നെ ഏറെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലെയും തിരിച്ചടികൾക്ക് ശേഷം കേരളം മാത്രമാണ് അവർക്കൊരു പച്ചത്തുരുത്തായി അവശേഷിച്ചിരുന്നത്. അവിടെയാണ് ഇത്തരമൊരു തിരിച്ചടി ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത പാർട്ടിയായി CPM മാറും. അത് ദേശീയ തലത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി കൂടി മാറുകയും ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സാഹചര്യം, ഇത് അവരെ സംബന്ധിച്ച് കേരളം 10 വർഷത്തിന് ശേഷം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുമോ ഇല്ലയോ എന്നതാണ്. 10 വർഷം ഭരണത്തിൽ ഇല്ലാത്ത പാർട്ടിയായിട്ട് കൂടിയും സംഘടനാ തലത്തിൽ വലിയ പോരടിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇനിയും ഒരു 5 വർഷം മാറി നിൽക്കുക എന്ന അവസ്ഥ അങ്ങേയറ്റം ദുഷ്കരമായ സാഹചര്യം വരും. അത് കേരളത്തിൽ BJP-യുടെ വലിയ തിരിച്ചുവരവിന്, കുതിച്ചുചാട്ടത്തിന് ഇടവച്ചേക്കാം. അങ്ങനെയെങ്കിൽ തികച്ചും അപ്രസക്തമായ ഒരു രാഷ്ട്രീയ മുന്നണിയായി തന്നെ UDF മാറിയേക്കാം എന്ന വെല്ലുവിളിയൊക്കെയാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നൽകുന്നത്. അപ്പോൾ ഈ ആകാംക്ഷകൾക്കൊടുവിലാണ് നാളെ വോട്ടെണ്ണൽ നടക്കുന്നത്. ഏറെക്കുറെ 1 മാസത്തോളം നീണ്ട കാത്തിരിപ്പിന് ഒടുവിലാണ്, വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വോട്ടെണ്ണൽ നാളെ നടക്കുന്നത്. ഇതിനിടയിൽ നടന്ന ഇഞ്ചോടിഞ്ച് കണക്കെടുപ്പുകൾ, ഓരോ തരത്തിലും ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങളും വിവിധ ഏജൻസികളും നടത്തിയ സർവേകൾ, ഇത്തരം കണക്കുകളെല്ലാം എടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അഭിലാഷ്, നമുക്ക് ഓർത്തെടുക്കാൻ ഒരു കാര്യം, വോട്ടെടുപ്പ് കഴിഞ്ഞെങ്കിൽ കൂടിയും റിയലിസ്റ്റിക്കായ മറുപടി പറയാൻ എത്ര കണ്ട് നേതാക്കൾ തയ്യാറായി എന്നൊരു ചോദ്യം കൂടിയുണ്ട്. കാരണം ജനങ്ങളെ സ്വാധീനിക്കുന്ന വോട്ടെടുപ്പ് കഴിഞ്ഞു. ഏതായാലും ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ വിട്ടുപറയാൻ ഇതുവരെയും നേതാക്കളാരും തയ്യാറായിട്ടില്ല. ഇപ്പോഴും വലിയ അവകാശവാദങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. 100 സീറ്റ് അവകാശവാദങ്ങളിൽ നിന്ന് മുന്നണികൾ താഴോട്ട് മാറുന്നുണ്ട്. എല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു പൊതുവികാരം ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ട മുഖചിത്രമാണ്. സംസ്ഥാനത്ത് വലിയ സാധ്യതയുണ്ടെന്ന് വിലയിരുത്തുമ്പോഴും UDF ഒരു 80 സീറ്റ് വരെയാണ് ഇപ്പോൾ കണക്കിലേക്ക് എത്തുന്നത്. അതിനപ്പുറമുള്ള വലിയ തരംഗ സ്വഭാവം അവരും കാണുന്നില്ല. ഈ ഇടതുമുന്നണിയാണെങ്കിലും വിജയിച്ചാൽ പോലും അത് നേരിയ മാർജിനാണ്. 70 എന്ന കേവല ഭൂരിപക്ഷ സംഖ്യയിൽ നിന്നും അല്പം കൂടുതൽ സീറ്റുകൾ മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഒരു ഇഞ്ചോടിഞ്ച് സ്വഭാവം പ്രകടമാണ്. എന്താണ് ജനമനസ്സിലുണ്ടായിരുന്നത്? ഈ പുറമേക്ക് അവകാശപ്പെട്ട തരംഗ സ്വഭാവങ്ങളും ട്രെൻഡുകളും ഒക്കെ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. സമീപകാലത്ത് ഇത്രയധികം ആശയക്കുഴപ്പവും സാഹചര്യവും ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിക്കായി കാത്തിരിക്കേണ്ടി വരുന്നതിന് ഏറെ കൗതുകമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷ നിറഞ്ഞ ആ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ 8 മണിക്കാണ് കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാളെ 8 മണിക്ക്
വോട്ട് എണ്ണൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് ആർക്കൊപ്പമാണ് ഇത്തവണ ജനങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത് എന്നത്. പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച എന്ന ചരിത്ര നേട്ടം സാധ്യമാകുമോ? അതിനപ്പുറത്ത് വലതുമുന്നണിക്ക് അധികാരത്തിലേക്ക് തിരികെ എത്താൻ പറ്റുമോ? NDAയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കൽ മാത്രം തുറന്ന അക്കൗണ്ട് അത് പിന്നീട് പൂട്ടിപ്പോകുന്ന സാഹചര്യം. അതിനപ്പുറത്ത് വീണ്ടും NDAയുടെ പ്രതിനിധികൾ നിയമസഭയിലേക്ക് എത്തുമോ? ഇതുതന്നെയാണ്. ഇതാ സജിത്തിൽ തുടരുകയാണ്. മറ്റ് ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടർമാർ കൂടി അല്പസമയത്തിനുള്ളിൽ ഞങ്ങളോട് ഒപ്പം ചേരും. സജിത്ത്, ഈ നിമിഷത്തിലും, അതായത് വോട്ടെണ്ണലിന് ഇനി സാങ്കേതികമായി പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പോൾ പോലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമുക്കറിയാം ചില എക്സിറ്റ് പോളുകളിലൊക്കെ വലിയ അപ്രമാദിത്വം കാണാറുണ്ട് ചില മുന്നണികൾക്ക്. മറ്റു ചില എക്സിറ്റ് പോളുകളിൽ സാധാരണ ഇഞ്ചോടിഞ്ച് എന്നതാണ് നില. ഇത്തവണത്തെ മുഴുവൻ എക്സിറ്റ് പോളുകളും പരിശോധിച്ചാലും അങ്ങനെയൊരു വലിയ തരംഗം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നില്ല. പക്ഷേ UDF ക്യാമ്പ് വിലയിരുത്തുന്നത് ഒരു നിശബ്ദ തരംഗമുണ്ട് എന്നാണ്. LDF ക്യാമ്പാകട്ടെ ഈ എക്സിറ്റ് പോളിൽ പോലും ഇഞ്ചോടിഞ്ച് എത്തിയിട്ടുണ്ട്. എക്സിറ്റ് പോളുകളിൽ പലപ്പോഴും ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള പ്രതീക്ഷകളുണ്ട്. അപ്പോൾ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോഴും കൃത്യമായ ഒരു നിലപാടോ അല്ലെങ്കിൽ തീരുമാനമോ എടുക്കാൻ, നേരത്തെ കൂട്ടി തയ്യാറെടുക്കാൻ മുന്നണികൾക്ക് പറ്റുന്നില്ല എന്നതാണ് ഇപ്പോഴും രാഷ്ട്രീയ സാഹചര്യം. അതുതന്നെയാണ് സാഹചര്യം. നമുക്ക് ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു ഓൺലൈനായി. ആ മന്ത്രിസഭാ യോഗത്തിൽ നടന്ന കാര്യം തന്നെ ഒന്ന് പങ്കുവയ്ക്കാം. അതായത് മുഖ്യമന്ത്രി മന്ത്രിസഭാംഗങ്ങളോടെല്ലാം മത്സരിച്ച്, ഒരാളൊഴികെ ബാക്കി എല്ലാവരും മത്സരിച്ചു, അവരോടെല്ലാം വിജയാശംസകൾ നേർന്നാണ് ഇന്നലെ മന്ത്രിസഭാ യോഗം പിരിഞ്ഞത്. തിങ്കളാഴ്ച നാളെ വോട്ടെണ്ണിയതിനു ശേഷം ചൊവ്വാഴ്ച വീണ്ടും മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടണം എന്നതാണ് അദ്ദേഹം പങ്കുവെച്ച വികാരം. ഒപ്പം തന്നെ തൻ്റെ അടുത്ത ആളുകളുമായി വിജയിച്ചു വരും, സർക്കാർ തിരികെ വരും എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് മുഖ്യമന്ത്രിയും പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഈ തരത്തിലുള്ള ഒരു കോൺഫിഡൻസ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അത് മറുവശത്ത് UDF ആവട്ടെ, അവർക്ക് മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് പോലും അവർ കടന്നിരിക്കുന്നു. ഒരു പരിധിക്ക് അപ്പുറമാണ് UDFിൻ്റെ ആലോചനകളും തർക്കങ്ങളും. അപ്പോൾ ഈ രണ്ട് മുന്നണിയുടെയും അവകാശവാദങ്ങളുടെ സാഹചര്യമാണ് ഇതിൽ ഈ സംസ്ഥാനത്ത് ഇത്തവണ നിർണായകമാക്കുന്ന സാഹചര്യങ്ങൾ പലതുണ്ട്. ഒന്ന്, SIRന് ശേഷമുള്ള സാഹചര്യം. വോട്ടർ പട്ടികയിൽ വലിയ തരത്തിലുള്ള ശുദ്ധീകരണം നടന്നതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്ന വലിയൊരു ചോദ്യമാണ്. ഒഴിവാക്കപ്പെട്ടവർ അത് ഏത് മേഖലയിൽ നിന്നുള്ളവരാണ് കൂടുതലായി, അത് ആരെ സ്വാധീനിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടാകുന്നു. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് പ്രതീക്ഷിക്കുന്ന 2-3 ഘടകങ്ങൾ. ഒന്ന്, ഭരണവിരുദ്ധ വികാരം. ഭരണവിരുദ്ധ വികാരം എത്ര കണ്ട് പ്രകടമായി? അത് പ്രകടമായിട്ടില്ല എന്ന് ഇടതുപക്ഷം വാദിക്കുന്നു. എന്നാൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന UDFിൻ്റെ വാദമുണ്ട്. അത് ഏത് രീതിയിൽ പ്രകടമാകുന്നു? ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എന്ന വാദം നിലനിൽക്കുന്നതിനിടയിൽ നടന്ന എക്സിറ്റ് പോൾ സർവേകളിൽ പലതിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഉയർത്തുന്ന വാദം അതാണ്. അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ എങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണ്. ഈ ന്യൂനപക്ഷങ്ങൾ കൂട്ടത്തോടെ UDFിലേക്ക് തിരികെ പോയി എന്ന തരത്തിലുള്ള കണക്കെടുപ്പുകളും സാഹചര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ പറയുന്ന ഘടകങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ ഏതു രീതിയിൽ പ്രവർത്തിച്ചു, ഇത് പുറമേക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളും സർവേകളിലെയും കണ്ടെത്തലുകളാണ്. അതിനപ്പുറം ഇത് ജനങ്ങളുടെ വോട്ടിങ്ങിലെ എങ്ങനെ ബാധിച്ചു ഈ ഘടകങ്ങൾ എന്നതാണ് ജനവിധി നിർണ്ണയിക്കുന്നതിൽ വളരെ നിർണായകമായൊരു ഫാക്ടർ ആവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 10 വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സർക്കാരിന് സ്വാഭാവികമായും ഉണ്ടാവാൻ സാധ്യതയുള്ള ഭരണവിരുദ്ധ വികാരം, അത് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള അതിൻ്റെ തോത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സർക്കാർ 99, അതൊടുവിൽ 98ലേക്ക് പോയി. 98 എന്നൊരു വലിയ അക്കത്തിൽ നിന്നും നഷ്ടങ്ങൾ ഏറെ നേരിടേണ്ടി വന്നാൽ പോലും അത് കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ നിൽക്കുമെന്ന ഇടതുമുന്നണിയുടെ പ്രതീക്ഷയാണ്. കാരണം അതിനും താഴേക്ക് പോകാൻ പറ്റിയ തരംഗങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ സംസ്ഥാനത്തുണ്ടായില്ലെന്ന് അവർ കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കാണേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടുപോകുന്നു എന്നാണ് സാഹചര്യം. നാളെ 8 മണി 8:30 നമുക്ക് കൃത്യമായി ചെലുത്തണം. തീർച്ചയായും. അതായത് നാളെ ഈ സമയം എത്തുമ്പോഴേക്കും എന്താണ് കേരളം ചിന്തിച്ചത്, എങ്ങനെയാണ് കേരളത്തിൽ അടുത്ത സർക്കാരിൻ്റെ രൂപീകരണം ഉണ്ടാകാൻ പോകുന്നത്, ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ എന്ന ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ഈ സമയം ലഭ്യമാകും എന്നത് തന്നെയാണ്. അപ്പോഴും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ കൈവിടുന്നില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.